ഹലോ ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് ലൈറ്റ്. ഇന്ന് നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് പ്രോനൗൺ. നോർമലി ആരും തന്നെ ഈ ഒരു ഹെഡിങ് കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള എക്സാക്ട് പോർഷൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതെല്ലാം എന്താണ് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോനൗൺ മീൻസ് ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് അത് എടുത്ത് പറയുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നവയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഇങ്ങനെ 7 പ്രോനൗൺസ് ആണ് നമുക്ക് നോർമലി പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ 7 പേരുടെയും റിഫ്ലക്ഷനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാനുള്ള റീസൺ? അതായത് ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് ഇവർ 2 പേരെയും കാണാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഐ എടുക്കുവാണെന്ന് വിചാരിച്ചോളാം. ഐ എന്നുള്ള വാക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. ഇവിടെ ഐ എന്ന് പറഞ്ഞ വാക്കിൻ്റെ റിഫ്ലക്ഷൻ ആണ് എന്ത്? മൈസെൽഫ് എന്ന് പറയുന്നത്. എന്താണ് മൈസെൽഫ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ഞാൻ തന്നെ. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. ഞാൻ തന്നെയാണ് ചെയ്തത്. ഇതുപോലെ താഴെ കാണുന്ന 6 പ്രോനൗൺസിനും എന്തുണ്ടാവും? റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യു എന്ന് പറയുമ്പോൾ യുവർ സെൽഫ്. വി എന്ന് പറയുമ്പോൾ അവർ സെൽസ്. ദേ എന്ന് പറയുമ്പോഴോ ദംസെൽസ്. ഹി എന്ന് പറയുമ്പോൾ ഹിംസെൽഫ്. ഷീ എന്ന് പറയുമ്പോൾ ഹെർ സെൽഫ്. ആൻഡ് ഫൈനലി ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് സെൽഫ്. സോ ഇതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ ഈ മൈസെൽഫും ഇറ്റ് സെൽഫും ഒക്കെ. അപ്പോൾ ഈ ഒരു റിഫ്ലെക്സീവ് പ്രോനൗൺ എന്നൊരു കാറ്റഗറി വെച്ച് ഇതുവരെ ആർക്കും തന്നെ ഇതിനെ അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവായേക്കുകയാണ്. സോ താങ്ക് യു.